ആഗോളവൽക്കരണ നയം അംഗീകരിക്കുന്നതുവരെ നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം കമ്മിറ്റികൾ സഹകരണ മേഖലയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്നുവോ ആ കമ്മിറ്റികളെല്ലാം സഹകരണ മേഖലയുടെ അഭിവൃദ്ധിക്കുതകുന്ന ശുപാർശകളായിരുന്നു സമർപ്പിച്ചിരുന്നത്. എന്നാൽ ആഗോളവൽക്കരണത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഇതിനായി നിയോഗിച്ച കമ്മിറ്റികൾ സഹകരണ മേഖലയ്ക്ക് എങ്ങനെയൊക്കെ ദോഷം വരുത്താം അതിനുതകുന്ന ശുപാർശകളാണ് സമർപ്പിച്ചത്. നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ സഹകരണ മേഖല വിവിധ രാഷ്ട്രീയക്കാർ നേതൃത്വം കൊടുക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുള്ള മേഖലയാണ്. നമുക്കറിയാം അതിൻ്റെ ഭാഗമായുള്ള രാഷ്ട്രീയ ഭിന്നതയും അഭിപ്രായ വ്യത്യാസമൊക്കെ നിലനിൽക്കുന്നുണ്ടാകും. പക്ഷേ സഹകരണ പ്രശ്നങ്ങളിൽ എല്ലാ കാലത്തും കേരളത്തിൽ സഹകരണ മേഖല യോജിച്ചിടപെടാറുണ്ട്. നമ്മുടെ രാജ്യത്ത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കമ്മീഷനുകൾ സഹകരണ മേഖലക്കെതിരായ ശുപാർശകൾ സമർപ്പിച്ചപ്പോൾ അതിനെ എതിർക്കാൻ കേരളത്തിലെ സഹകരണ മേഖലയാകെ ഒന്നിച്ചു വന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കേരളത്തിലെ ഭരണ സംവിധാനം ഓരോ 5 വർഷം കൂടുമ്പോഴും മാറാറുണ്ടല്ലോ. 2021 മാത്രമാണല്ലോ അതിന് വ്യത്യസ്തമായ നിലയുണ്ടായത്. ഈ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഏതായാലും ആ ഗവൺമെൻറ്റുകളെല്ലാം സഹകരണ മേഖലയോടൊപ്പമാണ് നിന്നത്. അതായത് സഹകരണ മേഖല, കേരളത്തിലെ സഹകരണ മേഖല ഉയർത്തുന്ന പ്രശ്നം അംഗീകരിക്കുന്നതിനും അതിനോടൊപ്പം നിൽക്കുന്നതിനും കേരളത്തിലെ ഗവൺമെൻറ് ഏതായാലും ആ ഗവൺമെൻറ് മടിയുണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയായി കാണേണ്ട കാര്യമാണ്. ഒന്നിച്ച് സഹകരണ മേഖലക്ക് നീങ്ങാൻ കഴിഞ്ഞിരുന്നു. ഇതിൽ വ്യത്യാസം വരുന്നത് നോട്ട് നിരോധനം വന്ന ഘട്ടത്തിലാണ്. നോട്ട് നിരോധന ഘട്ടത്തിൽ സഹകരണ മേഖലയെ പ്രത്യേകം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ വന്നു. പലർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ച് പല വിധത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ആ ഘട്ടത്തിൽ നടത്തിയിരുന്നു. ആ പ്രചരണങ്ങൾ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ് വന്നത്. അതിനെ ശക്തമായി തന്നെ കേരളത്തിലെ സഹകരണ മേഖല പ്രതിരോധിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും സഹകരണ മേഖലക്കകത്തൊരു പ്രത്യേക പ്രവണത കണ്ടു. അപൂർവം ചില സംഘങ്ങളുടെ നേതൃത്വം കയ്യിലുള്ള ഒരു പ്രത്യേക വിഭാഗം കേരളത്തിലെ സഹകരണ മേഖലക്കെതിരെ ഉയർത്തുന്ന അപവാദങ്ങൾ അംഗീകരിച്ച് അതിൻ്റെ വക്താക്കളായി മാറുന്ന നില കണ്ടു. നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും, ആ ഘട്ടം കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇടപെട്ട ഘട്ടമായിരുന്നു. അപ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് ശക്തമായ പ്രതിരോധവുമായി രംഗത്ത് വന്നത്.
കേരളത്തിലെ സഹകരണ മേഖലയിലെ നിക്ഷേപകരുടെ പണം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും എന്ന പ്രചരണം അടക്കമായിരുന്നു ആ ഘട്ടത്തിൽ അഴിച്ചുവിട്ടിരുന്നത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അന്ന് പറഞ്ഞു ആരുടെയും പണം നഷ്ടപ്പെടില്ല, ഇത് സംസ്ഥാന സർക്കാർ നൽകുന്ന ഗ്യാരണ്ടിയാണ്. അതുതന്നെ ജനങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തു. സഹകരണ മേഖല പുറകോട്ട് പോവുകയല്ല ചെയ്തത്. നമ്മുടെ രാജ്യത്തെ സഹകരണ മേഖലക്കകത്ത് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന കോടാനുകോടി നിക്ഷേപം ഇത് വലിയ തോതിലുള്ള ആശ്ചര്യത്തിനടിയാക്കിയ കാര്യമാണ്. എങ്ങനെയാണ് സഹകരണ സ്ഥാപനത്തിന് ഇത്രയധികം നിക്ഷേപം ശേഖരിക്കാൻ കഴിയുന്നത്, സമാഹരിക്കാൻ കഴിയുന്നത് എന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സഹകാരികൾ ചിന്തിച്ചത്. നമ്മൾക്കതിന് സാധിച്ചത് സഹകരണ മേഖല നേടിയ വിശ്വാസമാണ്. പക്ഷേ ഒരു കാര്യം പുതിയ കാലത്ത് ഒറ്റപ്പെട്ട രീതിയിൽ സഹകരണ മേഖല നേരിടുന്നുണ്ട്. അത് നേരത്തെ അഴിമതി തീണ്ടാത്തൊരു മേഖലയായിരുന്നുവെങ്കിൽ മനുഷ്യരാണല്ലോ ഇതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്നവർ. അത്യപൂർവം ചില സ്ഥാപനങ്ങളിൽ അഴിമതി നടക്കുന്ന നില വന്നിരിക്കുന്നു. അതിശക്തമായ നടപടികളാണ് അത്തരം വീഴ്ചകൾക്കെതിരെ വകുപ്പും ഗവൺമെൻറ്റും സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത അതേ രീതിയിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ കേരളത്തിലെ സഹകരണ മേഖല മുന്നോട്ട് പോവുക തന്നെയാണ്.